യാക്കോബും യോഹന്നാനും ഷിമയോനും അന്ത്രയോസും യേശുവിൻ്റെ കൂടെയാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് യേശുവിൻ്റെ അവരടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വാക്കുകളുടെ ആധികാരികത, പ്രവൃത്തിയിലെ അത്ഭുതങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് പെട്ടെന്ന് ഓർക്കുന്നത് തൻ്റെ അമ്മായിയമ്മയെക്കുറിച്ചാണ്. കുറേ ദിവസമായിട്ട് പനി പിടിച്ച് കിടക്കുന്നുണ്ടാവും. പെട്ടെന്ന് അയാൾക്ക് തോന്നി, ഈ ദേവാലയത്തിൽ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് അയാൾ കൈക്ക് പിടിച്ച് യേശുവിനെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അയാളുടെ അമ്മായിയമ്മയെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് സുഖപ്പെടുത്തോ. ദേവാലയത്തിലുണ്ടായിരുന്ന യേശുവിനെ അയാൾ കൈക്ക് പിടിച്ച് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. എത്ര മനോഹരമായ കാഴ്ചയാണ്. അവിടെ അത്ഭുതം സംഭവിച്ചു. അവിടെ അത്ഭുതം സംഭവിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അനേകം മനുഷ്യർ ആ വീടിനെ തേടി വന്നു. അതൊരു ദേവാലയമായി മാറി. ദൈവം ഉള്ളിടമാണല്ലോ ദേവാലയം. അങ്ങനെയാണെങ്കിൽ അയാൾ ദേവാലയമാക്കി അയാൾ വീടിനെ മാറ്റി. അവിടെ ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങി. അവിടെ മനുഷ്യർ വന്നു തുടങ്ങി. അവിടെ അനേകർക്ക് ചേക്കറാൻ കഴിയുന്ന വിധത്തിൽ ആ വീടിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടന്നു. ചുവരുകളൊക്കെ വലുതായി. അനേകർ ഇപ്പോൾ ആ വീടിനകത്തുണ്ട്. വിരലെണ്ണാവുന്ന മനുഷ്യർക്ക് മാത്രമുണ്ടായിരുന്നിടം ക്രിസ്തുവിനെ കൈപിടിച്ച് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ആ വീടിനുള്ളവർക്കും സൗഖ്യമുണ്ട്, ഇപ്പോൾ പുറമേ ഉള്ളവർക്കും സൗഖ്യമുണ്ട്. ഇതാണ് ഓരോ വീടിനും സംഭവിക്കേണ്ടത്. നമ്മൾ പള്ളിയിൽ പോയിട്ട് കാണുന്ന യേശുവിനെ കൈക്ക് പിടിച്ച് വീട്ടിൽ കൊണ്ടുവരണം. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വീടിനകത്ത് ചില മനുഷ്യരില്ലേ, സൗഖ്യമില്ലാതിരിക്കുന്ന മനുഷ്യർ, രോഗത്താൽ ഇരിക്കുന്ന മനുഷ്യർ, ദൈവത്തെ അറിയാത്ത മനുഷ്യർ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനുഷ്യർ, ചില കുറവുകളോട് ജീവിക്കുന്ന മനുഷ്യർ, അവരടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ ഇവരെ ഒന്ന് സുഖപ്പെടുത്തോ. അങ്ങനെ പള്ളിയിൽ പോയി പള്ളിയിൽ കണ്ട ദൈവത്തെ കൈപിടിച്ച് വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിലേക്ക് അനേകം മനുഷ്യർ വരും. നമ്മുടെ വീട് മറ്റൊരു ദേവാലയമായിട്ട് മാറും. കാര്യം നമ്മുടെ വീട്ടിലിപ്പോൾ ദൈവമുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ സൗഖ്യം കിട്ടും. നമ്മുടെ വീട് ഒരു സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഇടമായിട്ട് മാറും. സ്നേഹമുള്ളവരെ, നമ്മളുടെ വാതിലുകൾക്കുള്ളിലൂടെ ആരൊക്കെ കടന്നു വരുന്നോ അവർക്കൊക്കെ കിട്ടേണ്ടത് എന്താണെന്നറിയോ? സൗഖ്യമാണ്, സന്തോഷമാണ്. അല്ലാതെ ആ വീടിനകത്തേക്ക് വന്നിട്ട് ആ കട്ടളപ്പടിക്കകത്തുകൂടി പുറത്തിറങ്ങുമ്പോൾ അവർക്ക് വേദനയല്ല ഉണ്ടാകേണ്ടത്, സങ്കടമല്ല ഉണ്ടാകേണ്ടത്. നമ്മളുടെ വീട് മറ്റൊരു ദേവാലയമാവുന്നുണ്ടോ? നമ്മുടെ വീടിനുള്ളിൽ ഈശോയുണ്ടോ? അങ്ങനെ സൗഖ്യത്തിൻ്റെ ഒരു കഥയായി നമ്മുടെ വീട് മാറുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.